കലോത്സവ വേദികളിൽ ഏറ്റവും ഗ്ലാമറസ് ഐറ്റമാണ് ഒപ്പന എന്നുള്ളത്. രണ്ടാം വേദിയിൽ, പെരിയാർ എന്ന രണ്ടാം വേദിയിൽ നടക്കാനുള്ളത്, അടുത്തതായി നടക്കാൻ പോകുന്നത് ഒപ്പനയാണ്. ആ ഒപ്പന കളിക്കുന്ന തോഴിമാർക്കും മണവാട്ടിക്കും ഒപ്പമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഒപ്പന മത്സരം ഇവിടെ തുടങ്ങുകയും ചെയ്യും. ഇപ്പോൾ ഇത് പ്രാക്ടീസ് നടക്കുന്ന ഭാഗങ്ങളിലാണ് ഞാൻ നിൽക്കുന്നത്, ഒരുങ്ങുന്ന മേഖലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ മണവാട്ടികളും തോഴിമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു. അവരെ തട്ടിമുട്ടി നടക്കാൻ പറ്റാത്തൊരവസ്ഥ കൂടിയാണ് ഇപ്പോഴുള്ളത്. ഒരു ടീം നമുക്ക് വേണ്ടി ഇപ്പോൾ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. മംഗലമാകി സുരൂറൈ അഴകീറും വിഹരീജയിൽ മർഹബോദിടലായി തേകി വരും അമ്പിയ രാജ നിർസല സൗജതായ ഹദീജ ഏറിയ കൗതുകനാളിൽ മധുമുഖിയായിടുന്നേ അരയകം പൂകിടുന്നേ മധുമുഖിയായിടുന്നേ അരയകം പൂകിടുന്നേ മധുമുഖിയായിടുന്നേ അരയകം പൂകിടുന്നേ ആ മധുമുഖിയായിടുന്നേ അരയകം പൂകിടുന്നേ. ദിവ്യ, കാണാൻ പോകുന്ന പൂരത്തിന്റെ ഒരു സാമ്പിൾ മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പോൾ മണവാട്ടിയോട് കൂടി ഒന്ന് ചോദിക്കാം. മണവാട്ടി പേരെന്താ? ഇതാ ആദ്യമായാണ് കലോത്സവത്തിന് വരുന്നത്? നിങ്ങളുടെ കൂടെ എത്ര പേരുണ്ട്? 10. ഈ 10 പേരിൽ ആര് മണവാട്ടിയാകണം എന്നുള്ളൊരു തർക്കം ഉണ്ടായോ? ഇല്ല. ഇല്ലേ? എന്തുകൊണ്ടാ ഫീത മണവാട്ടിയായത്? ഫിദയ്ക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. എല്ലാരും ആദ്യമായിട്ടാണോ കലോത്സവത്തിന് വരുന്നത്? അതെ, ഇവള് ഒഴിച്ചു ബാക്കി എല്ലാരും ആദ്യമായിട്ടാ. ഇവര് 3 പേര് ഒഴിച്ച് ബാക്കി എല്ലാരും ആദ്യമായിട്ടാ. എത്ര നേരം എടുത്തു ഇങ്ങനെ ഒരുങ്ങാൻ? ഒരു 1 to 2 hours. ആര് പാട്ട് പാടി? ആരായിരുന്നു? ആരാ പേരെന്താ? ശിവനന്ദ. ശിവനന്ദ. ഒരു പാട്ട് കൂടെ ആയാലോ? ഇവരോടെ കൂടെ മേഘ്ന പാട്ട മുൻപേ വാ എന്നൻപേ വാ ഊനേ വാ ഉയരേ വാ മുൻപേ വാ എന്നൻപേ വാ പൂപ്പൂവായ് പൂപ്പൂവായ് നാനാ കേട്ടേ എന്തിനാനേ നാനിയാ നെഞ്ചം சொன்னதே മുൻപേ വാ എന്നൻപേ വാ പൂപ്പൂവായ് പൂപ്പൂവാ. അങ്ങനെ അണിഞ്ഞൊരുങ്ങി തോഴിമാർ ഇങ്ങനെയുള്ള പാട്ടുകളും പാടും എന്നുകൂടി നമ്മളൊന്ന് കാണുകയാണ്. ഇടുക്കി കുമാരമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നമുക്കിപ്പം ചേർന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്കിങ്ങനെ കേൾക്കാൻ പറ്റും. പല റൂമുകളിൽ നിന്നായി കുട്ടികൾ ഒരുങ്ങുന്നുണ്ട്. അവിടുന്ന് പ്രാക്ടീസിന്റെ പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഒരു 5 മണിയോട് കൂടി തന്നെ ഒപ്പന മത്സരം ഇവിടെ തുടങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. 3 മണിക്ക് തുടങ്ങേണ്ടതായിരുന്നു. ആദ്യം നടക്കുന്ന മോഹിനിയാട്ട മത്സരം വൈകുന്നത് കൊണ്ടാണ്. ഏതായാലും 5 മണിയോട് കൂടി ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന മത്സരം വേദി 2-ൽ തുടങ്ങും. ഗ്ലാമറസ് ഐറ്റമാണ്. കൂടുതൽ ആളുകൾ ഒപ്പന കാണാൻ വേണ്ടി ഇങ്ങോട്ട് എത്തുമെന്ന് തന്നെയാണ് നമ്മൾ ഉറപ്പിക്കുന്നത്.